അഡ്വക്കേറ്റ് നിതിനാണ്. അതായത് നമ്മുടെ കോടതികളെ പറ്റി എല്ലാവർക്കും അറിയത്തില്ല, ഏതൊക്കെ കോടതികളുണ്ട് എന്നൊക്കെ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണിത്. അതായത് നമ്മുടെ കോടതിയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലോ, സിവിൽ കോർട്ടും ക്രിമിനൽ കോർട്ടും. അതായത് നമുക്ക് ആദ്യം സിവിൽ കോർട്ടിനെ പറ്റി നോക്കാം. സിവിൽ കോർട്ടിൻ്റെ ഫസ്റ്റ് കോർട്ട് എന്ന് പറയുന്നത് മുൻസിഫാണ്, മുൻസിഫ് കോടതി. നമ്മൾ കേസ് ഫയൽ ചെയ്യുന്നതൊക്കെ മുൻസിഫ് കോടതി. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന കോടതി സബ് കോർട്ടാണ്, സബോർഡിനേറ്റ് കോർട്ട്. അതിൻ്റെ മുകളിൽ വരുന്ന കോർട്ടാണ് ഡിസ്ട്രിക്ട് കോർട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഒരു കേസ് ഫയൽ ചെയ്യുന്ന എവിടെയാണ്? മുൻസിഫ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ആ കോടതിക്ക് ഈ അധികാരപരിധിയുണ്ട്. അത് നിശ്ചയിക്കാൻ ചില കാര്യങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് മോണിറ്ററി ബേസ്, പെക്യൂണറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. മോണിറ്ററി ബേസിസിൽ തീരുമാനിക്കും. അതായത് ആ കോടതിക്ക് ഇത്ര എമൗണ്ട് വരെയുള്ള സ്യൂട്ടുകളെ എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു ബേസിസിൽ കോടതിയുടെ അധികാരം തീരുമാനിക്കും. പിന്നെ അതിന് മേളിൽ എക്സസ് എമൗണ്ട് വരുവാണെങ്കിൽ, ആ കോടതിയുടെ അധികാര പരിധിയെക്കാളും കൂടുതലുള്ള എമൗണ്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് സബ് കോർട്ടിൽ കൊടുക്കാം, അതിൻ്റെ ഹയർ കോർട്ടിൽ കൊടുക്കാം. പിന്നീടെന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടി, നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ കേസാണ് കൊടുക്കുന്നതെങ്കിൽ ആ പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്യുന്നത് ഈ കോടതിയുടെ അധികാര പരിധിയിലാണോ എന്നുള്ളത് ബേസ് ചെയ്യും. അല്ലെങ്കിൽ ഈ കോടതിയുടെ അധികാര പരിധിയിൽ, അല്ലെങ്കിൽ മറ്റേ ഏത് കോടതിയുടെ അധികാര പരിധിയിലാണോ ആ പ്രോപ്പർട്ടി നിൽക്കുന്നത്, ആ കോടതി കേസ് കൊടുക്കാം. അതും ഒരു മാനദണ്ഡമാണ്. ഇതൊക്കെ നോക്കിയാണ് നമ്മൾ സിവിൽ കോർട്ടിലൊരു കേസ് ഫയൽ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കേസ് നമുക്ക് പ്രതികൂലമാണെങ്കിൽ നമ്മൾ അപ്പീൽ പോകുമല്ലോ. ആ അപ്പലേറ്റ് കോടതി എന്ന് പറയുന്നത് ജില്ലാ കോർട്ടിൽ, പിന്നെ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, അങ്ങനെ പോകും സിവിൽ കേസുകൾ. ഇനി നമുക്ക് ക്രിമിനൽ കോടതിയില്ലേ നോക്കാം. ക്രിമിനൽ കോർട്ടിൻ്റെ ഫസ്റ്റ് തുടങ്ങുന്ന കോടതി എന്ന് പറയുന്നത് JFMC, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടാണ്. അപ്പം നമ്മൾ ആ കോടതിക്കും ഉണ്ട് അധികാര പരിധി എന്ന്. അതായത് ഈ ഒരു കുറ്റകൃത്യം നടക്കുകയാണെങ്കിൽ ഈ JFMC കോർട്ടിനൊരു അധികാര പരിധിയുണ്ട്. അതിനുള്ളിലാണ് ഇത് നടക്കുന്നതെങ്കിൽ ആ കോടതിക്ക് ആ കേസ് എടുക്കാനുള്ള അധികാരമുണ്ട്. പിന്നീട് ആ കോടതിക്ക് ശിക്ഷിക്കാൻ, ഇപ്പോൾ ഒരു കുറ്റകൃത്യം നടന്ന ആ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റുന്ന ഒരു ശിക്ഷാ കാലാവധിയിലുള്ള ഒരു കേസാണ് ആ സംഭവിച്ചത് നടന്നതെങ്കിൽ ആ കോടതിക്ക് എടുക്കാൻ പറ്റും. അതിന് എക്സസ് ആയിട്ടുള്ള ഈ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റുന്ന കാലാവധിക്ക് എക്സസ് ആയിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ഹയർ കോടതിയിൽ പോവും. ACJM, CJM, സെഷൻസ്, അങ്ങനെ കോടതിയിൽ പോവും. അപ്പം ഇത് എപ്പോഴും നമ്മൾ ഈ സിവിൽ കോടതിയുടെ ആയാലും ഏറ്റവും താഴത്തെ ഫസ്റ്റ് കോടതി എന്ന് പറയുന്നത് മുൻസിഫ് കോടതി. ക്രിമിനൽ കോടതിയുടെ ഏറ്റവും ഫസ്റ്റ് കോടതി എന്ന് പറയുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടിൽ. ഇവിടെ ആയിരിക്കും നമ്മൾ എപ്പോഴും ഒരു ട്രയൽ നടക്കുന്ന ട്രയൽ കോർട്ട് എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും. അവിടാണ് നമ്മൾ നമ്മുടെ തെളിവ് കൊടുക്കുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ആയിരിക്കും, നമ്മുടെ കാര്യങ്ങൾ ഹിയറിങ്ങും എല്ലാ കാര്യങ്ങളും അവിടെ ആയിരിക്കും. അപ്പം അല്ലാതെ നമ്മൾ ഹയർ കോടതിയിലോട്ട് അപ്പീലിന് പോകുമ്പോൾ അവിടെ ഈ ട്രയലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. നമ്മുടെ എവിഡൻസും അങ്ങനെയൊന്നും ഉള്ളതല്ല അവിടെ നോക്കുന്നത്. അവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ താഴത്തെ കോടതിയുടെ ഉത്തരവ് കറക്റ്റ് ആണോ, അതിലെന്തെങ്കിലും പാകപ്പിഴ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഹയർ കോടതി, അതായത് അപ്പലേറ്റ് കോർട്ട്, അതൊക്കെ മാത്രമേ നോക്കത്തുള്ളൂ. അതൊക്കെ നോക്കിയാണ് ഡിസിഷൻ എടുക്കുന്നത്. നമ്മൾ എപ്പോഴും ഒരു തെളിവും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നതും നമ്മുടെ ഭാഗം പറയുന്നതും എല്ലാം അതിൻ്റെ ഒരു ബേസിക്. ഇപ്പോൾ സിവിൽ കോടതിയാണെങ്കിൽ മുൻസിഫ് കോടതിയിൽ, ക്രിമിനൽ കോർട്ടാണെങ്കിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ, അവിടെ ആയിരിക്കും നമ്മുടെ. പിന്നെ ക്രിമിനൽ കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ വെച്ചിട്ട് ACJM, CJM അങ്ങനെ വരും. അപ്പം ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ആ ഒരു കോടതിയുടെ ഒരു സ്ട്രക്ചർ. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.